ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ പ്രതിയായ തിരോധാന കേസുകളിൽ മൃതദേഹം കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന. ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യപ്രകാരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സംഘം ആലപ്പുഴയിലെത്തി. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി സംഘം ചർച്ച നടത്തുകയാണ്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് സെബാസ്റ്റ്യന്റെ വീടും പരിസരവും പരിശോധിക്കും. ഇന്ത്യയിൽ തന്നെ NCSS-നെ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ കേസാണിത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ആലപ്പുഴയിൽ 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യന്റെ പേര് സംശയിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഈ തെളിവുകൾ കണ്ടെത്തുക എന്നതാണ് നിർണായകം. ഇന്നലത്തെ പരിശോധനയിൽ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിലും ഉപരിയായി ശാസ്ത്രീയമായ പരിശോധന തന്നെ വേണ്ടിവരും. 2 ഏക്കറോളം വരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണോ ഈ NCSS-ന്റെ സഹായം തേടാനുള്ള തീരുമാനം? അവർ ഏത് രീതിയിലായിരിക്കും ഈ കേസിൽ പങ്കാളിയാവുന്നത്? ശ്രീജ, ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ കേസാണ്. അതായത് NCSS-ന്റെ സഹായത്തോടു കൂടി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഇങ്ങനെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തുന്ന ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ പള്ളിപ്പുറത്ത് ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം അവരുടെ സഹായം തേടിയിട്ടുള്ളത്. NCSS-ന്റെ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അവർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. ഏത് രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കാരണം നമുക്കറിയാം, ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ പള്ളിപ്പുറ സ്വദേശിയായ 15 വയസ്സുകാരനായ വർഷങ്ങളായി തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസാണ്. നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ 15 വയസ്സുകാരന്റെ തിരോധാനം ഉണ്ടായിട്ടുണ്ട്. ആ കേസിൽ ആ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ അന്ന് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വീട്ടിൽ നടത്തിയിരുന്നു. അതും ഇത്തരത്തിൽ ഏക്കർ കണക്കിനുള്ള ഭൂമി അവിടെയും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് NCS സംഘത്തിന് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അതായത് ഈ ഏക്കർ കണക്കിനുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് അവിടുന്ന് മൊത്തത്തിൽ തിരച്ചിൽ നടത്താനായി ഉദ്യോഗസ്ഥർ മാസങ്ങളോളം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്ത് സ്പോട്ടുകളിൽ തിരച്ചിൽ നടത്തുക, അത് തന്നെ ഇപ്പോൾ സെബാസ്റ്റ്യന്റെ വീടിനകത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റഡാർ സംവിധാനം ഉപയോഗിച്ച്, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്താനാകും. അത് 5 മീറ്റർ വരെ താഴ്ചയിലേക്ക് ഈ അസ്വാഭാവികമായ രീതിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ച് റിഫ്ലക്ഷൻ ഉണ്ടാകും. ആ രീതിയിൽ അവർക്ക് അത് കണ്ടെത്താനാകും എന്നുള്ളതാണ്. എന്തായാലും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് സെബാസ്റ്റ്യന്റെ വീടിനകത്തെ പരിശോധന തന്നെയാണ്. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തിയ സ്പോട്ടുകളിൽ ഒന്നുകൂടി ഇന്ന് വെരിഫൈ ചെയ്യും. അല്ലാതെ ഈ 2.5 ഏക്കർ പുരയിടത്തിലേക്ക് ഈ സിസ്റ്റം ഉപയോഗിച്ച്, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. അത് നടക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്ത് അത് എവിടെയൊക്കെ പരിശോധിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കിയോളജി വിഭാഗത്തിലെ സയന്റിസ്റ്റുകളായ എൽദോസ് അടക്കമുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധന നടക്കുന്നത്. എന്തായാലും കോട്ടയം ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ ഈ 4 തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്, ഈ സംശയത്തിൽ നിലനിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളൊന്നും ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഇവരുടെ മൃതദേഹാവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അവരെവിടെ എന്നുള്ള ഒരു കണ്ടെത്തലിന്റെ ഭാഗമായുള്ള തീവ്ര പരിശ്രമത്തിലാണ് അന്വേഷണ സംഘങ്ങളെല്ലാം. ഇത് 2 കേസുകൾക്ക്, അതായത് കോട്ടയത്ത് ഇപ്പോൾ ജനമാ തിരോധാന കേസും ആലപ്പുഴയിൽ ബിന്ദു പത്മനാഭൻ, ആയിഷ, ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധു, ഈ 3 കേസുകളുമുണ്ട്. ഈ 3 കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ആളുകൾക്ക് ഗുണകരമാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ NCSS-ന്റെ സഹായം തേടിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ പള്ളിപ്പുറത്തെ വീട്ടിലെത്തി പരിശോധന ആരംഭിക്കും. ശ്രീജ, ഈ ഇന്നലെ കിട്ടിയ ഒരു ലേഡീസ് ബാഗ്, കൊന്ത, അങ്ങനെയുള്ള ചില വസ്തുക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ പോലീസിന്റെ നിലവിലെ സംശയങ്ങൾ കൃത്യമാണ്? അല്ലെങ്കിൽ ഈ മൊഴികൾ, റോസമ്മയുടെ ഉൾപ്പെടെയുള്ള മൊഴികൾ, ഇയാളെ ഇന്ന സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള തരം മൊഴികൾ, ഇതൊക്കെ കൃത്യമായും ഈ 4 സ്ത്രീകളുടെ തിരോധാനവുമായി ഇയാൾക്ക് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അതിനു പിന്നിൽ ഇയാളാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെയാണോ എത്തിച്ചിട്ടുള്ളത്? ശ്രീജ, ഇതില് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തിരുവഴ സ്വദേശിയായ സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദു, ഇവരെ കാണാതായതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ നേരിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കോമൺ ലിങ്ക് അതിനകത്ത് കിട്ടിയിട്ടില്ല. പക്ഷെ അതിനകത്തും ആ സമാനമായ സാഹചര്യങ്ങളുള്ള ഒരു സ്ത്രീയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ മിസ്സിംഗ് ആവുന്ന കാലഘട്ടത്തിൽ അവർക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലും അന്വേഷണ സംഘത്തിനുണ്ട്. മറ്റൊന്ന്, തുടർച്ചയായി ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇയാൾ മുഴുകിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളാണ് എന്നുള്ളൊരു
അസസ്മെന്റിലാണ് അന്വേഷണ സംഘം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേർത്തല സ്വദേശി തന്നെയായ ഭർത്താവാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയായ സിന്ധുവിന്റെ തിരോധാനത്തിലും ഇയാൾക്ക് ബന്ധമുണ്ടാകും എന്നുള്ളൊരു അനുമാനത്തിലാണ്, സംശയത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആ കേസിൽ ഇയാൾ ഒരു കോമൺ ഫാക്ടറായി നിൽക്കുന്നില്ല. പക്ഷേ ബാക്കിയുള്ള കേസുകളിലെല്ലാം ഇയാളുടെ പങ്കാളിത്തം വളരെ കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ്. ആ സ്ത്രീകളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പല ഘട്ടത്തിലും ഈ സ്ത്രീകളുടെ സെയിം മോഡസ് തന്നെയാണ് എല്ലാ കേസുകളിലും ഉണ്ടായിട്ടുള്ളത്. അതായത് കാണാതാവുന്ന സ്ത്രീകൾ വീടുകളിലേക്ക് അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളിലേക്ക് ഫോണിൽ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ കോളുകൾ അറ്റൻഡ് ചെയ്താൽ പിന്നെ മിണ്ടാറില്ല, തിരിച്ചു വിളിച്ചാലും കോൾ അറ്റൻഡ് ചെയ്താൽ മിണ്ടാറില്ല. അങ്ങനെ ഒരു രീതിയിൽ ഇയാള് എല്ലാ കേസുകളിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തിരുവല്ല സ്വദേശിയായ ഏറ്റവും ഒടുവിൽ പറഞ്ഞ സ്ത്രീയുടെ കേസിനകത്ത് അവരുടെ മൊബൈൽ ഫോൺ അവർ മിസ്സിംഗ് ആവുന്ന സമയത്ത് അവർ കൊണ്ടുപോയിട്ടില്ല, വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മൊബൈൽ ഫോൺ പിന്നീട് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് പോകുകയും കോടതിയിലേക്ക് പോവുകയും അതുകൊണ്ട് ആ ഫോൺ അവരുടെ കൈവശം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കോളോ മറ്റു സംവിധാനമോ ആ കേസിനകത്ത് ഇപ്പോൾ തിരുവല്ല കേസിനകത്ത് വരാനുള്ള സാധ്യതയില്ല. പക്ഷെ ബാക്കിയുള്ള കേസുകളിലെല്ലാം സമാനമായ രീതിയിൽ ആളുകളെ, ബന്ധുക്കളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത്, അന്വേഷണ സംഘത്തെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ്. മാത്രമല്ല ഈ സ്ത്രീകളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് ഇടകലർന്ന് കിടക്കുന്നതാണ് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഇയാളുടെ അടുത്തേക്ക് എത്തി എന്നുള്ള എല്ലാ സൂചനകളും ലഭ്യമാകുന്നുമുണ്ട്. പക്ഷേ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ കേസുകളും, പ്രത്യേകിച്ച് അയാൾ കണ്ടെത്തിയ ഒരു വഴി എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾ, വീട്ടുകാരുമായി വലിയ ബന്ധമില്ലാത്ത അസ്വാരസ്യങ്ങളുള്ള സ്ത്രീകൾ, ഇവരൊക്കെ കണക്ട് ചെയ്താണ് ഇയാൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി പരാതി ഉന്നയിക്കാനോ വേഗത്തിലെത്താനോ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ ആയിഷ തിരോധാന കേസിൽ പോലും റോസമ്മ നമ്മളോട് വെളിപ്പെടുത്തിയത് താൻ 2 ദിവസം ഇവരുടെ വീട്ടിൽ ചെന്ന ബന്ധുക്കളെ വിവരം അറിയിച്ചു, ആയിഷയെ കാണാനില്ല എന്നുള്ള വിവരം അറിയിച്ചു. എന്നിട്ടും പിന്നീട് ആദ്യ ദിവസം അറിയിച്ചിട്ട് മറ്റ് നടപടികൾ ഉണ്ടായില്ല. പിന്നീട് 2 ദിവസം വീണ്ടും ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴാണ് മക്കളെ വിവരം അറിയിക്കുന്നത്. അപ്പൊ അത്രയും ഒരു സമയം, അങ്ങനെ ഒരു അനാസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ ജോർജ് ജോസഫ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, 4 സ്ത്രീകളെ പല കാലങ്ങളിലായി കാണാതാവുന്നു. ഈ സ്ത്രീകൾക്കെല്ലാം പൊതുവായ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത അവർ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരോ അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ട് സഹായം ആവശ്യമുള്ളവരോ ഒക്കെയാണ്. അങ്ങനെയുള്ള ഇരകളെ കൃത്യമായി കണ്ടെത്തി അവരെ വലയിലാക്കി അവരെ ഉപയോഗപ്പെടുത്തി ഇല്ലാതാക്കുന്ന അത്തരമൊരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോ കില്ലർ തന്നെയാണ് സെബാസ്റ്റ്യൻ എന്നതാണോ ഈ പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്? ഇയാൾ കേസുകളിൽ ഈ അന്വേഷണത്തോട് ഇയാൾ പ്രതികരിക്കുന്ന രീതി, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു അത്തരം വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരുമ്പോൾ. തീർച്ചയായിട്ടും. കാരണം 4 സ്ത്രീകളായി ഇതുവരെ ഇയാളുടെ മോഡസ് ഓപ്പറാണ്ടി വെച്ചിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത്, സ്ത്രീകളെ ഐസൊലേറ്റ് ചെയ്ത് ഇയാളുടെ വസതി കൊണ്ടുപോയി കൊല്ലുകയാണ്. അതിന് യാതൊരു സംശയമില്ല. അതിനു മുമ്പ് അവരെ മാക്സിമം ഊറ്റാനുള്ള അവരുടെ സ്വത്തുക്കളുണ്ടെങ്കിൽ അത് ഇയാൾ കച്ചവടം ചെയ്ത് ആ പണം ഇയാൾ അടിച്ചു മാറ്റും. അതാണ് ഇയാളുടെ മോഡസ് ഓപ്പറാണ്ടി നമ്മളിപ്പം കാണുന്നത്. അപ്പൊ ഇപ്പം 51 വയസ്സിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തുന്നത് പോലീസ്. അപ്പം പോലീസിനെ കുഴക്കത്തക്ക രീതിയിൽ ആ അന്വേഷണം അതിനകത്ത് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുക. കൊന്നു കഴിഞ്ഞാല് അവരുടെ മൊബൈലിൽ നിന്ന് അവർ സാധാരണ വിളിക്കുന്ന അവരുടെ വീട്ടുകാരെ 3-4 പേരെയൊക്കെ വിളിക്കുക. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ ജോർജ് ജോസഫ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, 4 സ്ത്രീകളെ പല കാലങ്ങളിലായി കാണാതാവുന്നു. ഈ സ്ത്രീകൾക്കെല്ലാം പൊതുവായ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത അവർ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരോ അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ട് സഹായം ആവശ്യമുള്ളവരോ ഒക്കെയാണ്. അങ്ങനെയുള്ള ഇരകളെ കൃത്യമായി കണ്ടെത്തി അവരെ വലയിലാക്കി അവരെ ഉപയോഗപ്പെടുത്തി ഇല്ലാതാക്കുന്ന അത്തരമൊരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോ കില്ലർ തന്നെയാണ് സെബാസ്റ്റ്യൻ എന്നതാണോ ഈ പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്? ഇയാൾ കേസുകളിൽ ഈ അന്വേഷണത്തോട് ഇയാൾ പ്രതികരിക്കുന്ന രീതി, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു അത്തരം വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരുമ്പോൾ. തീർച്ചയായിട്ടും. കാരണം 4 സ്ത്രീകളായി ഇതുവരെ ഇയാളുടെ മോഡസ് ഓപ്പറാണ്ടി വെച്ചിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത്, സ്ത്രീകളെ ഐസൊലേറ്റ് ചെയ്ത് ഇയാളുടെ വസതി കൊണ്ടുപോയി കൊല്ലുകയാണ്. അതിന് യാതൊരു സംശയമില്ല. അതിനു മുമ്പ് അവരെ മാക്സിമം ഊറ്റാനുള്ള അവരുടെ സ്വത്തുക്കളുണ്ടെങ്കിൽ അത് ഇയാൾ കച്ചവടം ചെയ്ത് ആ പണം ഇയാൾ അടിച്ചു മാറ്റും. അതാണ് ഇയാളുടെ മോഡസ് ഓപ്പറാണ്ടി നമ്മളിപ്പം കാണുന്നത്. അപ്പൊ ഇപ്പം 51 വയസ്സിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തുന്നത് പോലീസ്. അപ്പം പോലീസിനെ കുഴക്കത്തക്ക രീതിയിൽ ആ അന്വേഷണം അതിനകത്ത് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുക. കൊന്നു കഴിഞ്ഞാല് അവരുടെ മൊബൈലിൽ നിന്ന് അവർ സാധാരണ വിളിക്കുന്ന അവരുടെ വീട്ടുകാരെ 3-4 പേരെയൊക്കെ വിളിക്കുക. അപ്പൊ അവര് സർവൈവ് ചെയ്യുന്നുണ്ട്, എവിടെയോ ഉണ്ട്
എന്നൊരു ധാരണ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും കൊടുക്കുന്ന രീതിയിലുള്ള ഫോൺ കേസുകളുണ്ട്. പല കേസിനകത്ത് ഇപ്പൊ നമ്മൾ അത് കാണുന്നുണ്ട്. ഈ 4 കേസിനകത്ത് അത് റോസമ്മയൊക്കെ പിന്നീട് അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കളെയൊക്കെ 1-2 പേരെ വിളിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ കൊന്നതിന് ശേഷം അത് ഇയാളിലല്ല അവർ വേറെ ജീവിച്ചിരിക്കുന്നു എന്ന് ധരിപ്പിക്കാൻ വേണ്ടി വളരെ കൃത്യമായ രീതിയിലുള്ള വിളികളാണ് അതൊക്കെ. അപ്പൊ ഇയാള് 51 വയസ്സിന് ശേഷമാണ് ഇയാൾ കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ 10 വയസ്സുള്ള കുട്ടിയുണ്ട്. അതുപോലെ തന്നെ 3-4 വയസ്സൊരു ആൺകുട്ടിയുണ്ട്. അയാളുടെ വൈഫിനെ ഇന്നലെ ചാനലിലൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ഞാൻ കണ്ടു. അവർ പറഞ്ഞ ചില വാക്കുകൾ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വളരെ സാത്വികനായ, വളരെ നൈർമല്യമുള്ള, സ്നേഹമുള്ള അങ്ങനെ ഒരാളായിട്ടാണ് അവർക്ക് മനസ്സിലായത്. അവർക്ക് അതേസമയത്ത് അവർ അതിരമ്പുഴയിലാണ് താമസം. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഈ വീട്ടിൽ വരുന്നുള്ളൂ. അപ്പൊ ഇയാൾക്ക് കൊല്ലാനുള്ള അവസരം ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അതിനെല്ലാം വീടിന്റെ പരിസരത്ത് നമ്മളിപ്പോ എല്ലു കഷ്ണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട്. അപ്പൊ ആ കേസ് സ്ട്രോങ് ആണ്. ഇതിനെ ഞാൻ ഇപ്പൊ സംശയിക്കുന്ന അതല്ല, 51 വയസ്സിന് ശേഷമാണ് നമ്മൾ 4 പേരെ കൊന്നതായിട്ടുള്ള എവിഡൻസ് ഒക്കെ നമുക്ക് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇവന്റെ ക്രിമിനൽ പശ്ചാത്തലം തീർച്ചയായിട്ടും അന്വേഷിക്കണം. കാരണം ഇത് നിരന്തരം ഇങ്ങനെ കൊന്നു വരുന്ന ഒരു മോഷണക്കാരനാണ്. വല്ലവരുടെ സ്വത്തുക്കൾ അടിച്ചെടുക്കുക. അത് ഇപ്പൊ അവസാന കാലഘട്ടത്തിലാണ് ഈ വസ്തു കച്ചവടത്തിലോട്ട് വരുന്നത്. അതിന് മുമ്പ് ഇവൻ ആരാണ് എന്ന് ഇതുവരെ പോലീസ് ആരും അന്വേഷിച്ചിട്ടില്ല. എനിക്ക് ശ്രീ ജോർജ് ജോസഫ് മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, ഇപ്പോൾ ശരണ്യ പറഞ്ഞു നിർത്തിയ ഭാഗം അങ്ങ് കേട്ട് കാണും. അതായത് ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് താമസിക്കുന്ന, കാര്യമായി ബന്ധുക്കളുമായിട്ടൊന്നും അത്ര സഹകരണമൊന്നും ഇല്ലാത്തൊരു സ്ത്രീയെ കാണാതായി എന്ന് പരാതി പറഞ്ഞാൽ പോലീസ് അതിനോട് പ്രതികരിക്കുന്ന രീതി, ഈ 4 കേസുകളിൽ എത്രത്തോളം അന്വേഷണം നടന്നിട്ടുണ്ട്? ഒരു സ്ത്രീ അങ്ങനെ വെറുതെ മാഞ്ഞു പോകുമെന്നോ ഇല്ലല്ലോ, അവരെവിടെ പോയി എന്നൊരു അന്വേഷണം നടക്കണ്ടേ? അങ്ങനെയൊക്കെ എപ്പോഴാണ് നടന്നത്? ഇപ്പോൾ ഈ അവസാന കേസിൽ, ജയനമ്മയുടെ കേസിൽ മാത്രമാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ ആരംഭിക്കുന്നത്. ആ അന്വേഷണത്തിലാണ് മറ്റു കേസുകളിലേക്കൊക്കെയുള്ള വഴികൾ തുറന്നു കിട്ടുന്ന അവിടെ നിന്ന് മാത്രമാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരാളെ സ്പോട്ട് ചെയ്യുന്നതിൽ, ഈ സ്ത്രീ ഇതിൽ മുമ്പ് കാണാതായ സ്ത്രീകളിൽ ആരെങ്കിലും ഒരാളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നവരൊക്കെ, ഇപ്പോൾ ഇയാളുടെ പെൺസുഹൃത്തെന്ന് പറയുന്ന റോസമ്മ, അല്ലെങ്കിൽ എലിസബത്ത് എന്ന് പറയുന്ന ടീച്ചർ, ഇവർക്കൊക്കെ ഇതിൽ പല കാര്യങ്ങളും അറിയാമായിരുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഗത്തും ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. സംശയമൊന്നുമല്ല. പോലീസിന്റെ ഭാഗത്ത് വൻ വീഴ്ച. അവിടെ ആ കാലഘട്ടത്തിൽ ഇരുന്ന ഒരു SP DYSP ഉണ്ട്. അവരെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അവര് ലക്ഷക്കണക്കിന് രൂപ ഇയാളെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. അപ്പൊ അവര് ഇപ്പം റിട്ടയർ ചെയ്തിട്ടുണ്ട് 2 പേരും. അതിൽ ഒരാള് മോൻസൺ മാവുങ്ങളുടെ കേസിനകത്ത് അവിടെ ചെന്നപ്പെട്ട ഒരു DIG റാങ്കിലുള്ള ഒരാളാണ്. അയാൾ ആലപ്പുഴ SP ആയിരുന്നു. അയാളുടെ കൂടെ ഒരു DYSP ഉണ്ട്. യവന്മാരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത്. അതിലേക്ക് പോലീസ് വരണം. ഇന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവന്മാരുടെ പങ്കുകൊണ്ട് അവരുടെ പേരിലാണ് ഓരോരുത്തരും മിസ്സായെന്ന് പറഞ്ഞിട്ട് ആ മിസ്സായവരുടെ പേരിൽ ഒരു കേസെടുക്കുകയോ അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുകയോ ചെയ്യാതെ, അന്ന് സംശയം പറഞ്ഞ സബാസ്റ്റിന്റെ കയ്യിൽ നിന്ന് പൈസ 10 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു കണക്ക് പറയുന്നുണ്ട്. ഇപ്പം അവിടെ ആക്ഷൻ കമ്മിറ്റിക്കാർക്ക് അതെല്ലാം അറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ ഒന്ന് സർവീസിൽ അന്ന് തുടരാൻ അനുവദിച്ചത് ഇപ്പൊ നമുക്കത് ബോധ്യമായി. അതുകൊണ്ട് അവരുടെ പേരിൽ തീർച്ചയായിട്ടും ഈ കേസിന്റെ ഒപ്പം പ്രതിയാക്കി. കാരണം സപ്രസ് എവിഡൻസ് ആണ്, എവിഡൻസ് സപ്രസ് ചെയ്യാണ്. അതുകൊണ്ട് അവരെ, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതിയാക്കണമെന്ന് ഞാൻ പറയണം. പലർക്കും അത് ചോദിക്കുന്നില്ല ഞാൻ ഇത് പറയുമ്പം. അത് കൈക്കൂലി വാങ്ങിച്ച് ശീലിച്ചുള്ളവന്മാര് ഒരാൾ ചാകുന്നൊന്നും അല്ല പ്രശ്നം, അതിന്റെ പൈസ കിട്ടുക എന്നുള്ളതാണ്. അവിടെ അന്നത്തെ SP, അന്നത്തെ DYSP ആരാന്ന് കണ്ടത് ഇവരുടെ പേരിലുള്ള അവരെ 2 പേരും ഈ കേസിനകത്ത് പ്രതി ചേർക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ സ്ത്രീകൾ, ഇത് കൃത്യമായിട്ടൊരു ഇതിനൊരു പാറ്റേണും ഉണ്ടെന്ന് തോന്നുന്നു. ഇയാൾ എങ്ങനെയാണ് സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നത്? അവർ ഇപ്പം അതിൽ ഏറ്റവും അവസാനം ഞങ്ങളോട് സംസാരിച്ച എലിസബത്ത് എന്ന് പറയുന്ന ടീച്ചർ പറയുന്നുണ്ട്, അവരുടെ വീട്ടിൽ ചെല്ലുന്നു, നിങ്ങൾക്ക് പള്ളിയുടെ അടുത്തൊരു വീട് വാങ്ങിത്തരാമെന്ന് പറയുന്നു. ഇതിലൊക്കെ സാധാരണ സ്ത്രീകൾ, വിശ്വാസികളായ സ്ത്രീകളൊക്കെ വീണു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് ചില മുന്നറിയിപ്പുകൾ കിട്ടിയതുകൊണ്ട് മാത്രം ഞാൻ വീണില്ല. അങ്ങനെ ഇയാൾ ഇനി എത്ര പേരെ അങ്ങനെ വീഴ്ത്തിയിട്ടുണ്ടാവും? ആ തരത്തിൽ കൂടി കാണാതായ സ്ത്രീകൾ മാത്രമല്ല, ഏതൊക്കെ തരത്തിൽ ചിലപ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് ആരും മിണ്ടാതിരിക്കുന്നവരാവാം, ചതിയിൽപ്പെട്ടവരുമാവാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൂടി ഇതോടൊപ്പം ചേർത്ത് ഇനി അന്വേഷിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. അവിടെ ഇതുവരെ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയത് 26, ഇന്നലെ പറയുന്നത് 52 എല്ലിൻ കഷ്ണം കിട്ടിയിട്ടുണ്ട്. 52 എല്ലിൻ കഷ്ണം ഓരോ കഷ്ണവും ഓരോ കഥയാണ് പറയുന്നത്. കാരണം അത് ആരെയാണെന്ന് കണ്ടെത്തണം. ഇപ്പൊ അത് സോർട്ട് ചെയ്തിട്ട് DNA എടുത്തിട്ട് ഇപ്പൊ എല്ലാവരും ഈ 3 പേരുടെ ബന്ധുക്കളുടെ ബ്ലഡ് എടുത്തിട്ടുണ്ടെന്ന് ഇപ്പം അർത്തുങ്കല് കാണാതെ പോയ ആ കുട്ടിയുടെയും ബന്ധുക്കളുടെ ബ്ലഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ 4 പേരുടെയും ബ്ലഡ് എടുത്തിട്ട് ഈ കാണാതെ പോയ 4 പേരുടെയും ആ DNA മനസ്സിലാക്കിയാൽ ഇവിടെ കിട്ടിയ എല്ലുകൾ നമുക്ക് സോർട്ട് ചെയ്യാം. അങ്ങനെ 4 പേരുടെ സോർട്ട് ചെയ്ത് കഴിയുമ്പം അതിനുശേഷം മിച്ചം വരുന്ന എല്ല് ആരുടെ,
അതും പ്രശ്നമാണ്. അപ്പം ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂല. ഇയാളൊരു ഒരു ഒരു കില്ലർ, ഈ സ്പ്ലിറ്റിംഗ് കില്ലർ എന്ന് പറയും. അതാണ് അയാളുടെ രസം. പണം കാരണം ഈ ജൈനമ്മയുടെ കേസിനകത്ത് അവർക്ക് വലിയ പണമില്ല, പക്ഷെ അവരുടെ കഴുത്തിലും കയ്യിലും ഒക്കെ സ്വർണ്ണ വളയുണ്ട്. അത് ഇയാൾ അടിച്ചെടുത്തിട്ടുണ്ട്. അത് എന്തായാലും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് പോലീസ്, കോട്ടയം ക്രൈംബ്രാഞ്ച്. അപ്പൊ അവർക്ക് സ്വത്തുക്കളില്ല. അപ്പൊ സ്വത്തുക്കളില്ലാത്ത സ്ത്രീ ഇതാ കൊല്ലുന്നു. അപ്പൊ അത് സ്വത്തിന് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പൊ ഒരു കില്ലിംഗ് സ്പിരിറ്റ് ഇവനുണ്ട്. അത് എന്തിന്? അത് ഇവനെപ്പറ്റി പഠിക്കേണ്ടി വളരെ ഡീപ്പായിട്ട് പറഞ്ഞു. ഇത്രയും വലിയൊരു ക്രിമിനലിനെ കേരളത്തില് വളരെ ചുരുക്കമായിട്ടേ കാണുമല്ലോ. വളരെ സൈലന്റ് ഓപ്പറേറ്ററാണ് ഇയാള്. അതുകൊണ്ട് പോലീസ് ഇതിനകത്ത് വളരെ ഡീപ്പായിട്ട് പോകണം. അന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രതി, കാരണം എവിഡൻസ് നശിപ്പിക്കാനും ഈ കേസ് അന്വേഷിക്കാതിരുന്ന അവരെ തീർച്ചയായിട്ടും പ്രതിയാക്കണം. അതിനൊന്നും മടിക്കരുത് കോട്ടയം ക്രൈംബ്രാഞ്ച്. സാർ, ഇത് പറയുമ്പോൾ ആർക്കും പലർക്കും വിഷമം തോന്നുമായിരിക്കും, പക്ഷെ അങ്ങനെ അല്ലല്ലോ. അത് അങ്ങനെ അല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ആരാണ് കുറ്റക്കാരൻ? അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാര് മിടുക്കനായി റിട്ടയർ ചെയ്ത് മിടുക്കനായി വീട്ടിൽ കയറി ഇരിക്കാമെന്ന് കരുതരുത്. അവരെ ഇല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് ഇട്ടിട്ട് അവരെ കൂടെ പ്രതിയാക്കാനുള്ള നടപടി നാട്ടുകാർ ചെയ്യണം. അവിടെ ആക്ഷൻ കൗൺസിൽ ഉണ്ടല്ലോ, അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അവരാണ് അത് പോലീസ് ചെയ്യുന്നില്ല, അവരെ ചെയ്യണം. ആരാണ് ഈ എവിഡൻസ് നശിപ്പിച്ചവരെ പ്രതിയാക്കാതിരിക്കുന്നത്? തുടക്കത്തിൽ തന്നെ അവരെ കൊന്നു കളഞ്ഞിട്ട് സംശയിച്ച ആളെ സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യാതെ അയക്കെതിരായിട്ട് കേസെടുക്കാതെ ഇരുന്ന അവിടുത്തെ DYSP SP ഉണ്ട്. അവരുടെ പേര് നടപടി വേണം. അന്ന് അവിടെ ഇരുന്ന് SHO ഉണ്ടാവും. 3 പേരുടെ പേര് നടപടി വേണം. അവര് പലരും 2 പേരും റിട്ടയർ ചെയ്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈലി കറപ്റ്റഡ് ആണ്. അവരുടെ ചരിത്രം മുഴുവൻ അങ്ങനെയാണ്. അതെ, അതുകൂടി അന്വേഷിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഒരു 4 സ്ത്രീകൾ മാഞ്ഞു പോവുകയൊന്നുമില്ല. ജൈനമ്മയുടെ കേസിലാണ് അന്വേഷണം നടക്കുന്നത്. മറ്റ് 3 സ്ത്രീകളെ കാണാതായപ്പോൾ അവരെവിടെ എന്നൊരു അന്വേഷണം പോലും നടന്നിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദികളായ പോലീസിലേക്ക് കൂടി ആ അന്വേഷണം നീളേണ്ടതുണ്ട്. വിവരങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്. സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് ആ കേസ് അന്വേഷണം നടത്തുന്നു. വീടിനുള്ളിൽ രക്തക്കറയൊക്കെ കണ്ട സാഹചര്യത്തിൽ ആ വീടിനകം പരിശോധിച്ച് അവിടെ എന്തെങ്കിലും കാര്യമായ തെളിവുകളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. മറ്റു വാർത്തകൾ